എല്ലാവർക്കും വൈഖരി ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ശ്രുതി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വൃശ്ചിക മാസത്തെക്കുറിച്ചാണ്. വൃശ്ചിക മാസത്തിലെ 41 ദിവസം നോയമ്പ് നോൽക്കുന്നതിനെ കുറിച്ച്. മണ്ഡലകാലത്ത് 41 ദിവസം വ്രതമെടുത്തിട്ടാണ് മലയ്ക്ക് പോകാനായിട്ട് നമ്മുടെ പൂർവികർ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? എന്തുകൊണ്ടാവാം 41 എന്നൊരു കണക്കിന്റെ പ്രത്യേകതയെക്കുറിച്ച് നമുക്ക് ആദ്യമേ ചർച്ച ചെയ്യാം. നോക്കൂ, 41 എന്നൊരു ദിവസത്തെ അല്ലെങ്കിൽ ഇത്ര ദിവസമാണ് നിങ്ങൾ മാലയിട്ടതിന് ശേഷം, നമുക്ക് പൊതുവെ അറിയാവുന്നത് ശബരിമലയായിട്ട് ബന്ധപ്പെട്ടിട്ട് മാലയിട്ട് മലയ്ക്ക് പോകുവാൻ 41 ദിവസം വ്രതം എടുക്കണം. അതല്ലാതെ വേറെ കുറച്ച് കാര്യം കൂടിയുണ്ട്. 41 ദിവസം വ്രതം എടുക്കുന്ന മലയ്ക്ക് പോകുന്നവർ മാത്രമല്ല, ഉപാസകർക്കും സാധകർക്കും ഒക്കെ സാധന ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടൈമാണ് ഈ ഒരു മണ്ഡല മാസം, ഈ ടൈം എന്ന് പറയുന്നത്. ഈ 41 ദിവസം എന്ത് ചെയ്യാനായിട്ടാണ് പറഞ്ഞു വെച്ചിരിക്കുന്ന ഋഷിമാര്? രാവിലെ ഉണർന്നെഴുന്നേൽക്കുക. നമുക്ക് ആർക്കെങ്കിലും രാവിലെ എഴുന്നേൽക്കാൻ ഇഷ്ടമാണോ? കാരണം നല്ല തണുപ്പല്ലേ, മനസ്സ് അറിയാം, കുറച്ചും കൂടി കിടന്നിറങ്ങിക്കോളൂ, നല്ല തണുപ്പാണ്. പക്ഷെ അപ്പം നമ്മൾ എടുത്തൊരു തീരുമാനമുണ്ട്. എന്താണ്? ഞാൻ ഉണരും, രാവിലെ പുലർച്ചെ ഉണർന്നിരിക്കും എന്ന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പം മനസ്സ് പറയുന്ന വേറൊന്ന്, നമ്മളെടുത്ത തീരുമാനം വേറൊന്ന്. അവിടെ നമ്മൾ മനസ്സിന്റെ ആ ഒരു താല്പര്യത്തെ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ നമുക്ക് വേണം. അത് ആദ്യമേ വളരെ നമുക്ക് ഇച്ചിരി ഡിഫിക്കൽട്ട് ആവും രാവിലെ എഴുന്നേൽക്കാനായിട്ട്. കാരണം മനസ്സ് പറയുന്ന കേട്ടല്ലേ നമ്മൾ എപ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ മനസ്സിനെ ബ്രേക്ക് ചെയ്യാൻ വളരെ പാടാണ്. പക്ഷെ നമ്മൾ ബോധപൂർവ്വം തന്നെ ഒരു പ്രാവശ്യം ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്, അല്ലേ? അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേൽക്കും. രാവിലെ എഴുന്നേറ്റ് നല്ല തണുത്ത വെള്ളം അറിയാം, കുളിക്കൊന്നും വേണ്ട. പക്ഷെ നമ്മളത് തീരുമാനിച്ചിട്ടുണ്ട്, രാവിലെ കുളിക്കണം. ആ തണുത്ത വെള്ളത്തിൽ നമ്മൾ കുളിക്കും. അമ്പലത്തിൽ പോയി തൊഴാൻ പറ്റുന്നവരാണെങ്കിൽ പോയി തൊഴുക. ഇനി അതല്ല, ജപം ചെയ്യാനായിട്ടാണെങ്കിൽ ഇന്ന് ജപം ചെയ്യുക, സാധന ചെയ്യുക. ഇവിടെയൊക്കെ നമ്മുടെ മനസ്സ് നമ്മളോട് എപ്പോഴും നമുക്ക് സുഖം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. മനസ്സ് എപ്പോഴും ഒരു കംഫോർട്ട് സോണിൽ നമ്മൾ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളുടെ മനസ്സ്. പക്ഷെ നമ്മൾ എപ്പോഴാണ് കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് അതിനപ്പുറം കിടക്കുന്നത്, അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള രീതിയിലേക്ക് ഇറങ്ങാൻ പറ്റും. ഒരു റിസ്ക് എടുക്കാതെ ഒരാളും ഇന്ന് ജീവിതത്തിൽ സക്സസ് ആയിട്ടില്ല. ഈ ജീവിതത്തിൽ വിജയിച്ച ആൾക്കും ജീവിതത്തിൽ പരാജയപ്പെടുന്ന ആൾക്കും രണ്ടുപേർക്കും രാവിലെ ഉണരാനായിട്ട് മടിയുള്ള, അല്ലെങ്കിൽ രാവിലെ ഉണരാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ്. പക്ഷെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇഷ്ടമല്ലാഞ്ഞിട്ടും ജീവിതത്തിൽ വിജയിച്ച ആള് വെളുപ്പിനെ ഉണർന്ന് അയാളുടെ കാര്യം കൃത്യമായിട്ട് അയാൾ ചെയ്യുന്നുണ്ട്. സമയം പരാജയപ്പെട്ട ആളെ മനസ്സ് വരുന്നതായിട്ട് അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, രാവിലെ എഴുന്നേറ്റ് കുളിച്ചല്ല അമ്പലത്തിൽ പോലെ ജപിക്കുക, അത് മാത്രം ചെയ്യാനാണോ? അല്ല. വൈകി എഴുന്നേൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഉണർന്ന് രാവിലെ പുലർച്ചെ ഉണരുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, രാവിലെ ഉണരുന്ന ആളെ സംബന്ധിച്ച് അയാൾക്ക് എനർജി, മെന്റലായിട്ടുള്ള ആ ഒരു എനർജി വളരെ കൂടുതലും, അയാൾക്ക് കൂടുതൽ സമയം കിട്ടുകയും ചെയ്യുന്നുണ്ട് അയാളുടെ കാര്യങ്ങൾ ചെയ്യാൻ. ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ സംബന്ധിച്ച് പഠിക്കാൻ ഒരുപാട് സമയം നമുക്ക് കിട്ടുന്നുണ്ട്. ബ്രെയിൻ വേവ്സ് ഹൈലി ആക്ടിവേറ്റ് ആയിട്ട് പഠിക്കാൻ നല്ലൊരു സമയമാണ് രാവിലത്തെ സമയം എന്ന് പറയുന്നത്. പീക്ക് അവേഴ്സ് അറിയത്തില്ലാത്ത ഒരാളെ സംബന്ധിച്ച് അവർക്ക് പഠിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല സമയം രാവിലത്തെ സമയമാണ്. പീക്ക് അവർ അറിയുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ആ സമയം തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ഈ വെളുപ്പിനെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു സ്റ്റുഡൻ്റ് അല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ജോലിക്ക് പോകുന്ന ഒരാൾ, അതായത് എന്തൊക്കെ ഓടിപ്പിടിച്ച് ചെയ്യുന്നതിന് പകരം വളരെ സാവധാനം സിസ്റ്റമാറ്റിക് ആയിട്ട് അയാളുടെ ജീവിതത്തെ അയാൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇത് നമ്മളുടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലൈഫ് ആവണമെന്നുണ്ടെങ്കിൽ, ഈ സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണമെങ്കിൽ വളരെ പാടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം മുന്നോട്ട് വെച്ച് നമ്മളത് ചെയ്യാൻ തുടങ്ങി നോക്കും. മനസ്സ് നമ്മുടെ കൂടെ നിൽക്കണമെന്നില്ല അതിന്. പക്ഷെ 42ാമത്തെ ദിവസമാകുമ്പോൾ മനസ്സ് ഉറപ്പായിട്ട് നമ്മുടെ കൂടെ നിന്നിരിക്കും. അവിടെയാണ് 41 ദിവസത്തിന്റെ പ്രത്യേകത. നമ്മളുടെ മനസ്സിന് 3 തലമാണ്: കോൺഷ്യസ്, പ്രിക്കോൺഷ്യസ്, അൺകോൺഷ്യസ്. അതിൻ്റെ അകത്ത് പ്രിക്കോൺഷ്യസിലേക്ക് ഏത് കാര്യം രജിസ്റ്റർ ആവുന്നോ അതാണ് നമ്മുടെ ശീലമായി തീരുന്നത്. ശീലമാകുമ്പോഴത്തേക്കും, അയ്യോ അറിയാതെ പറഞ്ഞു പോകുന്നത്, ഞാൻ അറിയാതെ ചെയ്തു പോകുന്നത്, എങ്ങനെയാണ് അറിയാതെ ആവുന്നത് എന്നോ നിങ്ങൾ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് നിങ്ങളുടെ പ്രിക്കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുക്കുകയും അത് നിങ്ങളുടെ ശീലമായി തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ശീലങ്ങൾ ഒരു വ്യക്തിയിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അയാളുടെ പ്രിക്കോൺഷ്യസിൽ ആ ഒരു പ്രവൃത്തിനെ രജിസ്റ്റർ ആയി കഴിയുമ്പോൾ ശീലമാവും. അത് നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ. അതുകൊണ്ടാണ് ഈ പ്രിക്കോൺഷ്യസ് മൈൻഡിലേക്ക് 41 ദിവസം കൊണ്ട് നല്ല കാര്യങ്ങളെ നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ 42ാമത്തെ ദിവസം നിങ്ങളുടെ ഇഫോർട്ടിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ പ്രിക്കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആവുകയും നിങ്ങൾ പോലും അറിയാതെ രാവിലെ എഴുന്നേൽക്കുകയും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. പക്ഷേ ആ ഒരു ക്രമത്തിലേക്ക് വരാൻ നല്ല സമയം എടുത്തേക്കാം. പക്ഷെ നിങ്ങൾ ബോധപൂർവം അത് എടുത്തു തീരുമാനിച്ചാൽ നടപ്പിലാക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഉള്ളിലും നമ്മളുടെ ചുറ്റുപാടിലും വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുക. നമ്മൾ വേണം അതിനെ മാറാൻ.
അല്ലാണ്ട് ചുറ്റുമുള്ളവരെ ബ്ലെയിം ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ അതിനെ മാറി നോക്കും, ചുറ്റുപാടും താനേ മാറിക്കൊണ്ട് വരുന്നത് കാണാം നമുക്ക് അനുകൂലമായിട്ട്. ഇതാണ് 41 ദിവസത്തെ ആ ഒരു വ്രതം നമുക്ക് ഓരോരുത്തർക്കും അനുഷ്ഠിക്കാൻ സാധിക്കുക. മലയിൽ പോയി മാലയിടുന്നവർക്ക് വേണ്ടി മാത്രമല്ല, സാധന ചെയ്യാനായിട്ട് ഉപാസന ചെയ്തുകൊണ്ടും 41 ദിവസത്തെ കൃത്യമായിട്ട് നമുക്ക് ആചരിക്കുവാനായിട്ടും സാധിക്കും. ഈ ഒരു കൃത്യമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യത്തെ ഹിഡൻ ചെയ്ത് ലൈറ്റൻ്റ് ആയിട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഈ 41 ദിവസം എന്ന് പറയുന്നത്. പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ അമിതമായി മദ്യപിക്കുന്നൊക്കെ ആളാണെങ്കിൽ അവനെ മലയിൽ പോകാൻ 41 ദിവസം വ്രതം എടുത്താൽ മതി. അതെങ്ങനെയാണ്? ഒരു മദ്യപാനിയെ സംബന്ധിച്ച് 41 ദിവസത്തെ വ്രതം എടുത്താൽ അയാൾ മദ്യപിക്കുന്ന സ്വഭാവത്തെ അങ്ങനെ ഉപേക്ഷിക്കുക. അതിന്റെ പിന്നിലുള്ള സൈക്കോളജി ഇതാണ്. 41 ദിവസം അയാൾ ഈ വസ്തു തൊടാതിരിക്കുമ്പോഴത്തേക്കും അയാൾ പോലും അറിയാതെ അതിനോടൊരു വിരക്തി തോന്നുകയും അത് പിന്നീട് അത് ഉപയോഗിക്കാതിരിക്കുക എന്നത് അയാളുടെ ശീലമായി തീരുകയും ചെയ്യും. അതാണ് 41 ദിവസത്തെ പ്രത്യേകത. ആ 41 ഒരു കണക്ക് നമ്മളുടെ ആചാരാനുഷ്ഠാനം ഓരോത്തിനും അതിന്റെ പിന്നിലുള്ള ഫിലോസഫി ഉണ്ട്. ആ ഫിലോസഫിയെ അറിഞ്ഞ് ആചരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.